ഇന്ത്യക്ക് ധനസഹായം നൽകുന്നത് റദ്ദാക്കിയ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തീരുമാനത്തെ പിന്തുണച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഇന്ത്യക്ക് നൽകിയിരുന്ന ധനസഹായം റദ്ദാക്കിയ നടപടിയിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉയർന്ന ടാക്സ് വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത്തരമൊരു രാജ്യത്തിന് തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ US സാമ്പത്തിക സഹായം നൽകുന്നത് എന്തിനാണെന്ന ചോദ്യം ഉയർത്തിയാണ് ട്രംപ് ഇക്കാര്യത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ധനസഹായമായി 160 കോടി രൂപയാണ് അമേരിക്ക ഇന്ത്യക്ക് നൽകിയിരുന്നത്. ഈ സഹായമാണ് നേരത്തെ റദ്ദാക്കിയത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയാണ് ഇത് സംബന്ധിച്ച് സർക്കാരിന് നേരത്തെ നിർദ്ദേശം നൽകിയത്. അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. ലോകത്തെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന ടാക്സ് ഈടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഉയർന്ന താരിഫ് നിരക്ക് മൂലം അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ വളരെ ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട്. ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബഹുമാനമുണ്ട്. പക്ഷേ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ $21 മില്യൺ എന്തിനു കൊടുക്കണമെന്നാണ് ട്രംപ് ചോദിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 16 ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഡോജ് ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം ഇത്തരം കാര്യങ്ങൾക്ക് ചിലവഴിക്കാനുള്ളതല്ല എന്ന് വ്യക്തമാക്കിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിവിധ പേരിൽ നൽകിയിരുന്ന സാമ്പത്തിക സഹായം ഡോജ് നിർത്തലാക്കാൻ തീരുമാനിച്ചത്.